ഇന്ന് നമുക്ക് അങ്ങ് സ്പാനിഷിലോട്ടൊന്ന് പോയാലോ? സംഭവം വേറൊന്നുമല്ല, സ്പാനിഷ് ടോട്ടില്ല കൊണ്ട് ഒരു സ്വീറ്റ് സ്നാക്ക് റെസിപ്പിയാണ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇവനെ നിങ്ങൾ എവിടെയോ വെച്ച് കണ്ടതായിട്ട് ഓർക്കുന്നില്ലേ? ഇവൻ തന്നെയാണ് അവൻ. നമ്മുടെ ചിക്കൻ റാപ്പൊക്കെ വാങ്ങിക്കുന്നില്ലേ, അപ്പോൾ കിട്ടുന്ന ഒരു ബ്രെഡ് ഉണ്ടല്ലോ, അവൻ തന്നെയാണ്. അപ്പോൾ ഇവനെ നമുക്ക് സൂപ്പർ മാർക്കറ്റിലും ബേക്കറിയിലൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഇവൻ കുറച്ച് റിച്ചും കൂടിയാണ്, എന്നാലും നമ്മളൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവനെ നമ്മൾ ടോട്ടിലേ നമ്മളൊന്ന് എടുക്കുക, എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്, നാലായിട്ട് മടക്കി കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടി നിവർത്തിയിട്ട് ഒരു സൈഡ് മാത്രം, ഈ മടക്കിയ അളവിൽ ഒരു സൈഡ് മാത്രം നടുവിലേക്കായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സൈഡ് മാത്രമേ കട്ട് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ പീനട്ട് ബട്ടർ സ്പ്രെഡാക്കി കൊടുക്കാം. പീനട്ട് ബട്ടറിന് പകരമില്ലേ ന്യൂട്രെല്ല ചേർക്കുന്നുണ്ടെങ്കിൽ ന്യൂട്രെല്ല ചേർത്താലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ നമ്മൾ അവക്കാഡോ ആണ് സ്പ്രെഡാക്കി കൊടുക്കുന്നുള്ളത്. അപ്പോൾ പീനട്ട് ബട്ടർ വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്തു. പിന്നെ ഞാൻ ചെയ്തിട്ടുള്ളത് റോബസ്റ്റ പഴമാണ് കേട്ടോ, അത് സ്ലൈസ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഫില്ലിങ്ങൊക്കെ മാറ്റി പിടിക്കുന്നുണ്ടെങ്കിൽ മാറ്റി പിടിക്കാം. അപ്പോൾ അടിപൊളി പൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ആയിട്ടില്ല, ഇനി ഇതിനെ വീണ്ടും നമ്മൾ ആ കട്ട് ചെയ്തത് എന്തിനാണെന്ന് നോക്കണ്ടേ. ആ കട്ട് ചെയ്ത ഭാഗത്തുനിന്ന് നമ്മളിതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നിങ്ങൾ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒരു അടിപൊളി നല്ല ഭംഗിയായിട്ട് ഒരു സ്നാക്കായിട്ട് നമുക്കിത് കിട്ടാട്ടോ. നമുക്ക് ഗസ്റ്റിനൊക്കെ കൊടുക്കാനും അടിപൊളിയാണ്, സ്നാക്കായിട്ട് കഴിക്കാനും ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കാനും സൂപ്പറാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് അങ്ങനെ കഴിക്കാനും പറ്റും. ഇല്ലെങ്കിൽ നമുക്കൊരു പാനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഒന്ന് ചൂടാക്കിയെടുത്താലും അതിനേക്കാൾ പൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. അവക്കാഡോ, റോബസ്റ്റ പഴം, പീനട്ട് ബട്ടറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അതിന് പകരം ന്യൂട്രെല്ല വെച്ച് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അടിപൊളിയാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാ വീഡിയോസും ഒന്ന് കണ്ടിട്ട് സപ്പോർട്ടാക്കണം കേട്ടോ. ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ.